ഹായ്, ഇന്നത്തെ വീഡിയോയിൽ പച്ചമാങ്ങ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ്. ഇതിന് ഞാനിവിടെ 4 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 എണ്ണവും ഞാൻ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്ക്വാഷ് നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തോളമൊക്കെ ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു സ്ക്വാഷ് റെഡിയാക്കി നോക്കുക. ഇപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുള്ള മാങ്ങ ഇതുപോലെ ഓരോ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 3-4 വരകൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വരഞ്ഞ് എടുത്തിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇനി 4 മാങ്ങയും കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ ഒരു 3 കപ്പോളം വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് ഓൺ ചെയ്തിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ കുക്കർ ഓൺ ചെയ്തിട്ട് അതിൽ നിന്ന് മാങ്ങ ഒരു പ്ലേറ്റിലോട്ടേക്ക് എടുത്തിട്ട് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ കുക്കറിലുള്ള വെള്ളം കളയണ്ട, അത് നമുക്ക് അവിടെ തന്നെ വെക്കാം. ഇത് മാങ്ങ അരക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരും. ഇനി മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ വെന്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ 4 മാങ്ങയും ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൽ പിന്നെ മാങ്ങ വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ 2 പീസ് ഇഞ്ചിയും ഒരു 1/2 കപ്പ് പുതിന ഇലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന മാങ്ങ നാരുള്ള മാങ്ങയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളൊന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ടേക്ക് 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 ഗ്രാമ്പുവും കൂടി ഈ പഞ്ചസാരയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് വെള്ളം അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് ഈ മാങ്ങൻ്റെ കൂട്ട് പകുതിയായിട്ട് വറ്റി വരണം. അതുവരേക്കും നമുക്ക് ഈ മാങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ഡ്രോപ്പ് ഗ്രീൻ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. പച്ചമാങ്ങൻ്റെ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കളർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സ്ക്വാഷ് നല്ല ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു ഫെയ്ഡായ കളറായിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം നല്ല പോലെ ഇത് തിളച്ച് കുറുകി ഈ സ്ക്വാഷ് പകുതിയായി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഒറ്റനൂൽ പരുവത്തിലായിട്ടുണ്ടാവും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വാഷ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലത്തെ 2 ഗ്ലാസ് ജാറ് ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്ക്വാഷ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് 2 സ്പൂണോളം സ്ക്വാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പുള്ള വെള്ളം അത് ഈ സ്ക്വാഷിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിന ഇല അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെയൊന്നും ചെയ്യാണ്ടും ജസ്റ്റ് ഈ സ്ക്വാഷും അതുപോലെ വെള്ളവും മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ കസ്കസൊക്കെ ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അല്ലേ, തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഒരു 4 പച്ചമാങ്ങ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്രത്തോളം ഡ്രിങ്ക് കിട്ടും. അപ്പം 2 പച്ചമാങ്ങ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക്
നല്ല പോലെ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇതുവരെ പച്ചമാങ്ങ യൂസ് ചെയ്തിട്ടുള്ള സ്ക്വാഷ് ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. പിന്നെ പച്ചമാങ്ങ ഇല്ലാത്ത സമയത്തും അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് കുടിക്കാമല്ലോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.